ധൂർത്ത് തുടരുകയാണ് ഈ സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പറക്കാത്ത ഹെലികോപ്റ്ററിനായി വീണ്ടും കോടികൾ വാരിയെറിഞ്ഞിരിക്കുന്നു. ചിപ്സൺ ഏവിയേഷന് വാടക ഇനത്തിൽ 2,40,00,000 രൂപയാണ് അനുവദിച്ചത്. സെപ്റ്റംബർ വരെയുള്ള പണം മുൻകൂറായി അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, ധൂർത്ത് തുടരുകയാണ്. ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള വേവലാതി ഇടയ്ക്കിടെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പറയാറുണ്ട്. പക്ഷെ നോക്കൂ, പറക്കാത്ത ഒരു ഹെലികോപ്റ്ററിന് വേണ്ടിയാണ് കോടികൾ വാരിയെറിഞ്ഞിരിക്കുന്നത്. വാടക ഇനത്തിൽ 2,40,00,000 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ വരെയുള്ള പണം മുൻകൂറായി അനുവദിച്ചിരിക്കുന്നു. അതും ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. ഈ സർക്കാരിനെ കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സാധിക്കൂ പ്രജിത്ത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആശമാർക്ക് 230 രൂപയിൽ നിന്ന് ഒരു 100 രൂപ കൂട്ടി നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. എന്തിനേറെ പറയുന്നു, സ്കൂളുകളിൽ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ, നല്ല ഭക്ഷണം കൊടുക്കണമെങ്കിൽ പ്രഥമാധ്യാപകർ അവർ പാട്ടയും കൊണ്ട് തെണ്ടേണ്ടി വരുമെന്നുള്ള അവസ്ഥയിൽ പോലും സമരത്തിലേക്കും അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്കുമൊക്കെ അവർ അറിയിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് പോലും നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്ന സർക്കാരിന് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന്, മുഖ്യമന്ത്രിയുടെ ആഡംബര യാത്രയ്ക്ക് വേണ്ടി 3 വർഷത്തേക്ക് വാടകയ്ക്കെടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിന് കൃത്യസമയത്ത് പണം നൽകുന്നതിന് യാതൊരു പ്രതിസന്ധിയുമില്ല എന്നുള്ളതാണ് ഈ ഉത്തരവ് തെളിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻകൂറായി പണം നൽകാനും സർക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് ഈ ഉത്തരവിലൂടെ ഏറ്റവും വ്യക്തമായി വരുന്ന കാര്യം. 2,40,00,000 രൂപ, അതും സെപ്റ്റംബർ വരെയുള്ള വാടക എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ടാണ് സർക്കാർ നൽകുന്നത് എന്നുള്ളതാണ് ഈ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത്. അതും ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി സംസ്ഥാനത്ത് മറ്റ് പല വകുപ്പുകൾക്കും ഈ പറയുന്ന രീതിയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമൊക്കെ പണം ചെലവഴിക്കുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ അതേ സർക്കാർ തന്നെയാണ് ഒരു സ്വകാര്യ കമ്പനിയുടെ ഹെലികോപ്റ്ററിന് വേണ്ടി ഇത്രയധികം പണം അനുവദിക്കുന്നത് എന്നുള്ളതാണ്. 2023 സെപ്റ്റംബർ 20-നാണ് ഈ ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ, അതിന് മുൻപുണ്ടായിരുന്ന ഹെലികോപ്റ്റർ മാറ്റി ചിപ്സൺ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും മാവോയിസ്റ്റ് വേട്ടയ്ക്കെന്നും ഒക്കെ പറഞ്ഞ് വാടകയ്ക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഈ വരുന്ന സെപ്റ്റംബറിൽ അത് 2 വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഏതാണ്ട് 19,20,00,000 രൂപയാണ് ഈ 2 വർഷത്തേക്ക് സർക്കാർ ആ ഹെലികോപ്റ്ററിന് വേണ്ടി ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കണക്കിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒരു മാസം 25 മണിക്കൂർ പറക്കുന്നത് 80 ലക്ഷം രൂപയാണ് ഹെലികോപ്റ്ററിന്റെ വാടക. അതിൽ കൂടുതലാകുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ വെച്ചും സർക്കാർ നൽകേണ്ടതുണ്ട്. ഈ ആദ്യത്തെ തുക, അതായത് 80 ലക്ഷം രൂപ അടിസ്ഥാന വാടക മാത്രം വെച്ച് കണക്ക് കൂട്ടിയാൽ മാത്രമാണ് ഈ പറയുന്ന 19 കോടി രൂപയിലധികം രൂപ സർക്കാർ ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്. ഇതിന്റെ മറ്റൊരു ശ്രദ്ധേയമായ വശം എന്ന് പറയുന്നത് മാവോയിസ്റ്റ് വേട്ട, ആഡംബര യാത്ര, VIP-മാരുടെ യാത്ര തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചായിരുന്നു ഈ ഹെലികോപ്റ്ററുകൾ സർക്കാർ വാടകയ്ക്ക് എടുത്തിരുന്നത്. എന്നാൽ മാവോയിസ്റ്റ് വേട്ട എന്നുള്ളത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് അപ്രായോഗികമാണെന്ന് തന്നെ തെളിയിച്ചിരുന്നു. കാരണം നേരത്തെ തന്നെ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഹെലികോപ്റ്ററുമായി വനാന്തരങ്ങളിൽ എത്തുമ്പോഴേക്കും സുരക്ഷിത സ്ഥാനം നോക്കി, ഇതിൻ്റെ ശബ്ദം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് സുരക്ഷിത സ്ഥാനം നോക്കി മാവോയിസ്റ്റുകൾ ഒളിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിലെ വനാന്തരങ്ങളിൽ അധികം മാവോയിസ്റ്റ് സാന്നിധ്യമില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. അപ്പോൾ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് ഇത് പ്രായോഗികമല്ല എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ തെളിഞ്ഞതാണ്. പിന്നെയുള്ളത് VIP യാത്രയ്ക്കാണ്. സംസ്ഥാന മുഖ്യമന്ത്രി മാത്രമാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്. അതും വളരെ കുറച്ച് സമയങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അധികം മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര നടത്തുന്ന സാഹചര്യവും സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ചാലക്കുടിയിലുള്ള ഹാങ്ങർ യൂണിറ്റിലാണ് ഈ ഹെലികോപ്റ്റർ മിക്കവാറും ഉപയോഗിക്കുന്നത്. വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ അതീവ വിരളമായി മാത്രം മുഖ്യമന്ത്രി യാത്ര നടത്തുന്ന സാഹചര്യം ഉണ്ടാക്കുമ്പോൾ മാത്രം തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്റർ കൊണ്ടുവരികയാണ് പതിവ്. അല്ലാത്ത സമയം പൂർണ്ണസമയ വിശ്രമത്തിലാണ് ചാലക്കുടിയിലെ ഹാങ്ങറിൽ ഈ ഹെലികോപ്റ്റർ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ മറ്റൊരു ശ്രദ്ധേയമായ വശം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് എത്ര തവണ മുഖ്യമന്ത്രി ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും നിയമസഭയിൽ പോലും സർക്കാർ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. കാരണം സർക്കാർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ യാത്ര എന്ന് പറയുന്നത് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹത്തിൻ്റെ യാത്ര സംബന്ധിച്ച വിവരങ്ങൾ
വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അല്ലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇനി നടത്താൻ പോകുന്ന യാത്രയെ പറ്റിയല്ല, ഇതുവരെ നടത്തിയ യാത്രകളെ പറ്റിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഏത് രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളാണ് ബാധിക്കുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ളൊരു കാര്യം. അത്തരം കാര്യങ്ങൾ പോലും സർക്കാർ വെളിപ്പെടുത്താൻ തയ്യാറാകാത്തത്, ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് വളരെ വിരളമാണെന്നുള്ള കാര്യം അത് രേഖാമൂലം പൊതുജനങ്ങൾ അറിയാതിരിക്കുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. എന്തായാലും ഒരു മാസം 80 ലക്ഷം രൂപ ചെലവഴിച്ച് വാടക കൊടുത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വാടക കൊടുത്ത് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ കൊണ്ട് സർക്കാരിനോ ജനങ്ങൾക്കോ ഒരു ഗുണമില്ല. പക്ഷേ കോടികൾ ഈ രീതിയിൽ ഖജനാവിൽ നിന്ന് നഷ്ടമാകാൻ കാരണമായി ആ ഹെലികോപ്റ്റർ മാറുന്നു എന്നുള്ളതാണ്. അതും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. ധൂർത്ത വിവാദം ആയിരുന്നു. പക്ഷേ ഇത്തരം വിവാദങ്ങൾ ഉയരുമ്പോൾ മുഖം തിരിഞ്ഞിരിക്കുകയല്ലേ മുഖ്യമന്ത്രിയും സർക്കാരും? ഈ സർക്കാരിൻ്റെ ഇത്തരം ചെലവുകളെ പറ്റി പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി നിരവധി വാർത്തകൾ ഇത് സംബന്ധിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്ക് അധികമായി യാത്രാബദ്ധ ലക്ഷങ്ങളാക്കി നൽകിയതാണെങ്കിലും ശരി, PSC അംഗങ്ങൾക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും മറ്റും വർദ്ധിപ്പിച്ച് നൽകിയതാണെങ്കിലും ശരി, മറ്റ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ യാത്രാബദ്ധയൊക്കെ കൊടുത്തു തീർക്കാൻ കാണിക്കുന്ന ശുഷ്കാന്തിയാണെങ്കിലും ശരി,